സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സ് വെച്ചിട്ടുള്ള ഒരു റവ ഫ്രൈഡ് ഫിഷാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഗ്രാം നെയ്മീൻ, റവ, 2.5 ടേബിൾ സ്പൂൺ സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സ്, എണ്ണ, ഉപ്പ്. ഈ ഗ്രേവി മിക്സ് വെച്ചത് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വേറെ കുറേ ഇൻഗ്രീഡിയൻസ് നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം ചേർന്നിട്ടുള്ള ഗ്രേവി മിക്സാണ്. ഇതിൽ മുളക് പൊടി, മുളക്, മല്ലി, മഞ്ഞൾ, ചുവന്നുള്ളി, ഉലുവ, എണ്ണ, തക്കാളി എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മളായിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റവ മാത്രം ചേർത്താൽ മതി. റവ ഫ്രൈഡ് ഫിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 250 ഗ്രാം ഫിഷ് ഉണ്ട്. അതിനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത സ്ലൈസ് ചെയ്ത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കനമില്ലാതെ മുറിച്ചെടുത്തിരിക്കുകയാണ്. അതിലേക്ക് സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സ്. ഇതിപ്പോൾ സാധാരണ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് മീൻ ചേർത്ത് തിളപ്പിച്ചെടുത്താൽ മതി. നല്ല ഫിഷ് കറി കിട്ടും. ഇത് കുറച്ച് നമുക്കൊരു മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണ്. ഈ റവ ഫ്രൈഡ് ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കർണാടക ബേസ്ഡാണ് ആ ഡിഷ് വരുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ 250 ഗ്രാമിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സ് ചേർക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കണം. ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് കൂടെ ചേർക്കുക. ഇനി എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല പുരട്ടിയെടുക്കുക. മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല പുരട്ടി ഒരു അരമണിക്കൂർ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു പാൻ എടുക്കുക. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെ, കുറേ എണ്ണയൊന്നും വേണ്ട, സാധാരണ മീൻ പൊരിക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിക്കുക. നന്നായി ചൂടായ ശേഷം നമുക്കതിലേക്ക് മസാല പുരട്ടിയിട്ടുള്ള ആ ഫിഷ് റവയിൽ മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്യാനുണ്ട്. നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് റവ ഇടാം. സാധാരണ റവ, നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന റവ തന്നെയാണ്, അതിടാം. സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സ് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്നും ചേർക്കാനില്ല, കാരണം പുളിക്ക് വേണ്ടി തക്കാളി വരെയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിലൊന്നും ചേർക്കണം. നമ്മൾ ഈ സാധാരണ റവയിലിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ റവ വറുക്ക് ഒന്നും ചെയ്യേണ്ട. നമ്മൾ സാധാരണ നമ്മുടെ ഉപ്മാവിൻ്റെ റവയാണ്. മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇടാം. റവ ഫ്രൈഡ് ഫിഷാണ്. അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പെട്ടെന്നാവും. ഫിഷ് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന അത്ര സമയം തന്നെ എടുക്കുകയുള്ളൂ. പക്ഷെ അത് നല്ലൊരു കോട്ടിങ് വന്നിട്ടുണ്ടാകും. കാണാനും ഭംഗിയുണ്ടാകും, കഴിക്കുമ്പോഴും കുറച്ചൊരു ക്രിസ്പായിട്ട് ഉണ്ടാകും. അതിൻ്റെ പുറത്തുള്ള കവർ മാത്രം കുറച്ചൊരു ക്രിസ്പായിട്ടുണ്ടാകും. പക്ഷേ ഉള്ളിൽ നല്ല സാധാരണ നമ്മൾ ഫ്രൈ പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഫ്രൈ ഒരു ഭാഗമായതിനു ശേഷം നമുക്ക് മറിച്ചിടാം. റവ ഫ്രൈഡ് ഫിഷ് ഒരു ഭാഗം ആയിട്ടുണ്ട്. മറിച്ചിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പ്ലേറ്റ് ഗാർണിഷ് ചെയ്യാണ്. റവ ഫ്രൈഡ് ഫിഷ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫിഷിൻ്റെ എപ്പോഴും കൂടുതലുള്ള ആളാണ് ചെറുനാരങ്ങ, ഫ്രൈഡ് ഫിഷിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാം. റവ ഫ്രൈഡ് ഫിഷ് ആയിട്ടുണ്ട്, എടുക്കാം. റവ ഫ്രൈഡ് ഫിഷ് ഉണ്ടായിക്കഴിഞ്ഞു. ഇതിൽ ഞാൻ നല്ലൊരു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇത് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസസാക്കി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സോസ് കൂട്ടിയിട്ട് ഈവനിങ് സ്നാക്കായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട്, പാർട്ടിക്കൊക്കെ സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ളത് സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സാണ്. ഇത് വെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ടി വന്നില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക.